ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സഹല. ഇതൊരു റെസിപ്പി വീഡിയോ ആണ്. ഒരു ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ബട്ടർ പുഡിംഗ് എന്നോ ബ്രെഡ് പുഡിംഗ് എന്നോ അല്ലെങ്കിൽ ബട്ടർ ആൻഡ് ബ്രെഡ് പുഡിംഗ് എന്നോ എല്ലാം ഇതിന് പറയാം. ഇപ്പോൾ കുറേ ദിവസമായില്ലേ ഞാൻ റെസിപ്പി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ചെയ്യാമെന്ന് കരുതി. എന്നാൽ പിന്നെ ഒരു മധുരം തന്നെ ആവട്ടെ എന്ന് കരുതി. ഇതൊരു ഈസി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. ആർക്കും ഉണ്ടാക്കാം, ഒരിക്കലും ഫെയിലാവുമൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. ബ്രെഡും ബട്ടറും പാലും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഈസി ആയിട്ടുള്ള പുഡിങ് ഉണ്ടാക്കുക എന്ന് നോക്കാം. പുഡിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 2.5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പീസാക്കി മുറിച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അരികെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബട്ടർ. ഒരു 50 ഗ്രാം ബട്ടറാണിത്. ഒരു 50 മുതൽ 60 ഗ്രാം വരെയൊക്കെ എടുക്കാം. പിന്നെ ഒരു മുട്ട വേണം. പിന്നെ 2 ടീസ്പൂൺ ജെലാറ്റിൻ. ഇത് കുറച്ച് വെള്ളത്തിൽ ഞാനൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. കുറച്ച് തണുത്ത വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ്, പഞ്ചസാര ഇവയൊക്കെയാണ് വേണ്ടത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. സാധാരണ പാലാണ്, തിളപ്പിച്ചിട്ടൊന്നുമില്ല. 1/2 ലിറ്റർ പാല്. പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ വേണം. ഈ പാലിൽ 1.5 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പുഡിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാൽ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ കലക്കി വെച്ച കസ്റ്റാർഡ് മിൽക്കിൻ്റെ മിക്സ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. പാല് മുഴുവനായിട്ട് തിളക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ട ചേർക്കുമ്പോൾ തന്നെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് വെന്ത് പോകാൻ പാടില്ല, മിക്സ് ആവണം. ഇതിങ്ങനെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടറൊക്കെ പെട്ടെന്ന് ഈ ചൂട് കിടന്നിട്ട് മെൽറ്റ് ആയിക്കോളും. ഇനി നമ്മുടെ ബ്രെഡ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഇങ്ങനെ സ്ക്വയർ ആയിട്ടൊന്നും കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, വെറുതെ പിച്ചിട്ടാൽ മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി എത്രയാണോ മധുരം വേണ്ടത് അതിനാവശ്യമുള്ള പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം. ഞാനിപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇത് ഇതിലേക്ക് കറക്റ്റ് ആയിരിക്കും. ഇനി കുറച്ച് മധുരം മതിയെന്നുണ്ടെങ്കിൽ ഇതിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ഒക്കെ നിങ്ങൾക്ക് കുറക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇതിൽ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തതൊക്കെ മെൽറ്റായി കിട്ടണം. ഇപ്പം ഇങ്ങനെ ഒരു പീസ് ബ്രെഡ് എടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പാൽ ഏകദേശം തിളക്കാറായിട്ടുണ്ട്. നമുക്ക് ജെലാറ്റിനും കൂടെ ചേർത്ത് കൊടുക്കാം. ജെലാറ്റിന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ജെലാറ്റിനൊക്കെ മെൽറ്റായി വരണം. പിന്നെ ഈ പുഡിങ്ങിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജെലാറ്റിന് പകരമായിട്ട് ചൈന ഗ്രാസും ചേർക്കാം. ചൈന ഗ്രാസാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 8 ഗ്രാം മുതൽ 10 ഗ്രാം വരെയൊക്കെ എടുക്കണം. ഞാൻ 2 വിധത്തിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ തോന്നിയത് ഇങ്ങനെ ജെലാറ്റിൻ ചേർത്തുണ്ടാക്കുമ്പോഴാണ്. നമ്മൾ ചൈന ഗ്രാസാണ് ചേർക്കുന്നതെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ജെലാറ്റിൻ ചേർക്കണം. അപ്പോൾ നിങ്ങളടുത്ത് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി മിക്സി കുറച്ചൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷമാണ് പുഡിംഗ് ട്രേയിൽ ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇത് തണുക്കുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മിക്സ് ഇപ്പോൾ കുറച്ച് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. നിങ്ങൾ ഒരിക്കലും ചൂടോടുകൂടി മിക്സിയിലിട്ട് അടിക്കരുത്. ചിലപ്പോൾ അതിൻ്റെ മൂടിയൊക്കെ തുറന്ന് ഈ മിക്സൊക്കെ തെറിച്ചിട്ട് മുഖത്തൊക്കെ പൊള്ളിപ്പോവും. ഡേഞ്ചറാണ്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിക്കുകയാണ്. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ഈ ചെറിയ പാത്രത്തിൽ ഒഴിക്കുന്നുണ്ട്. ഈ മിക്സിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാം. ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. നട്ട്സൊക്കെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ കുറച്ച് ബദാം ചേർക്കുന്നുണ്ട്. നല്ല ഈസിയാണ് ഈ പുഡിംഗ് ഉണ്ടാക്കാൻ. ആരുണ്ടാക്കിയാലും അങ്ങനെ ഫെയിൽ ആവുമൊന്നുമില്ല. പിന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ.
ഇതൊന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ നിറയെ എയർ ബബിൾസ് ഉണ്ട്. ഇനി ഇത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുക. അതുവരെ ഇത് പുറത്ത് തന്നെ വെക്കും. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലൊരു ക്ലിങ് ഫില്ലിംഗ് കൊണ്ട് ഒന്ന് കവർ ചെയ്യും. ഫ്രിഡ്ജിലൊരു 4 മണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും ഇത് നല്ലപോലെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പുഡിംഗ് ഒക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണിത്. നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പുഡിങ് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.